സൂപ്പർ അമ്മയും മകളും ഈ എപ്പിസോഡിൽ പെർഫോം ചെയ്യാനായിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ. നാട്ടിലുള്ള നിങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു അമ്മയും മകളും നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. സൂപ്പർ അമ്മയും മകളെയും സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിദ്യ ആൻഡ് വേദിക. രണ്ടുപേർക്കും മലയാളം നന്നായിട്ട് അറിയാലോ അല്ലേ? എന്നെ ബുദ്ധിമുട്ടിപ്പിക്കോ? ഇല്ല, നല്ല പച്ചവെള്ളം പോലെ മലയാളം പറയാൻ അറിയാം. പച്ചവെള്ളം പോലെ മലയാളം പറയാൻ അറിയാം. സൂപ്പർ അമ്മയും മകളും എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ശ്വേതാജി ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതാണ്, ഇവര് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു, ഞാൻ ബോംബെന്ന് വന്നു. ബോംബെ നമുക്ക് കുഴപ്പമില്ല, ഓസ്ട്രേലിയയാണ്. ബോംബെ നമ്മുടെ ഇന്ത്യയിലാണല്ലോ. ആണോ? ശ്വാസിക്കോ? മൂവാറ്റുപുഴ. പുഴകൾ താണ്ടി നീന്തി ഞാൻ ഈ തിരുവനന്തപുരത്ത് വന്നത്. അല്ല, നമുക്ക് ഒരു വേദി കിട്ടുമ്പോ നമ്മൾ എവിടുന്ന് വേണമെങ്കിൽ വരും, അത്രേ ഉള്ളൂ. അതാണോ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്? അതുകൊണ്ട് മാത്രം തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഞാനൊരു 12 വർഷമായിട്ട് ഓവർസീസ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിൽ നിന്നാണ് ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ആയത്. അപ്പം ഇങ്ങനെ ഓരോ റിയാലിറ്റി ഷോ വരുമ്പോഴും ഇങ്ങനെ വിചാരിക്കും, അയ്യോ നമ്മൾ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നല്ലോ എന്ന്. അപ്പം ശരിക്കും ഈ സ്വാസികയുടെ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് നമ്മൾ റീൽസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഓസ്ട്രേലിയയിലുള്ള ഒരു ഡോക്ടർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓൺലൈൻ ഓഡീഷനൊന്നും കാണത്തില്ല, അപ്പോൾ ഇതിനു വേണ്ടി മാത്രം പോകുന്നത് വളരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വിളിച്ചു നോക്കിയതാണ്. അപ്പം നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് നമ്മളെ കൺസിഡർ ചെയ്താണ്. ഓസ്ട്രേലിയയിൽ ഞാനൊരു ഹെൽത്ത് കെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതിന്റെ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്. IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്. ഗ്രേറ്റ്. എഞ്ചിനീയർ ആണ്. ഓക്കെ. ആൻഡ് വേദിക കുട്ടി പറയൂ, വേദിക കുട്ടി എന്ത് ചെയ്യാണ്? ഏത് ക്ലാസ്സിലാണ്? ഞാൻ 4th ഗ്രേഡിലാണ്. 4th ഗ്രേഡിലാണ്. മലയാളം അറിയോ ശരിക്കും? അമ്മയെ പോലെ പച്ചവെള്ളം പോലെ പറയോ? അമ്മയെക്കാളും പറയും. അപ്പൊ ഇനി നിങ്ങളുടെ ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയണം. AV നമുക്കൊന്ന് കണ്ടാലോ? അതെ, ഓക്കെ. അമൃത TVയുടെ അമ്മ മക്കൾ ഷോയിലേക്ക് നമ്മൾ വരുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ശരിക്കും ഇവള് ഒറ്റ മകളായതുകൊണ്ടും പിന്നെ നമ്മൾ പുറം നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ടും നമ്മൾ തമ്മിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് കൂടുതൽ സമയം നമ്മൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ റീൽസ് എടുക്കാനാണ് കൂടുതൽ സമയം അവളോട് സ്പെൻഡ് ചെയ്തത്. ബട്ട് എന്തുകൊണ്ടും അവൾക്ക് എൻ്റെ കമ്പനിയും എനിക്ക് അവളുടെ കമ്പനിയും ഇഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടമല്ലേ? ഇപ്പൊ പറയണം കേട്ടോ, ഇഷ്ടമല്ലേ? ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് വിദ്യ. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആയിരിക്കുകയാണ്. എൻ്റെ പേര് വേദിക. എനിക്ക് 9 വയസ്സാണ്. ഞാൻ ഹിൽക്രീസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിക്കുന്നത്. അയ്യോ, കോളേജ് എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ സ്കൂളിൽ നമ്മൾ കോളേജ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടെ 4th ഗ്രേഡിലാണ്. അമ്മി, ഈ പ്രോഗ്രാം നമ്മൾ പിന്നെ ജയിക്കാനല്ലേ നമ്മൾ ഈ പോകുന്നേ? പിന്നെ ഇത് പോലീസല്ലേ? ഏത്? ഇതുപോലത്തെ ഇതൊന്നും അല്ല, ഇതിനേക്കാളും അടിപൊളി മെഡലാ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പറക്കാം. വെരി ബ്യൂട്ടിഫുൾ. നമ്മുടെ ഈ ഷോയിന്റെ ഒരു പ്രത്യേകതയും കൂടി ആയിരിക്കാം അല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു, അവര് എല്ലാം പ്രാക്ടീസ് ചെയ്ത് തയ്യാറായി വന്നു. അവിടെ എങ്ങനെയാണ് പ്രോഗ്രാംസ് ഒക്കെ? ഇങ്ങനെ അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ? ഞാനിപ്പോൾ ഓസ്ട്രേലിയ പോയിട്ട് 2 വർഷം ആയതുള്ളൂ. അപ്പം കോവിഡ് ടൈമിലാണ് പോയത്. ലാസ്റ്റ് ഇയറിലാണ് നമ്മൾ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യണു? IT-ലാണ് അവിടെ ഓസ്ട്രേലിയ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ചില റൗണ്ട്സിലൊക്കെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ വരുമോ? സപ്പോർട്ട് ആണോ? അത് വലിയൊരു ടാസ്ക് ആണ്, നമുക്ക് നോക്കാം. അല്ല, സ്വാസികയ്ക്ക് ടാസ്ക് എടുക്കലും അതെ, എനിക്ക് എടുക്കലും കൊടുക്കലും ഒക്കെയാണ് എന്റെ പണി. ഓക്കെ, അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ ഇനി വഴിയെ നമ്മൾ കുറെ വിശേഷങ്ങൾ അറിയാൻ പോവാണ്. എന്തായാലും ഇന്ന് നമ്മൾ പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ റൗണ്ട് ആണോ? അതെ, സിഗ്നേച്ചർ റൗണ്ടിലാണ് ഇന്ന് ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഡാൻസ് ആണ് എന്നുള്ളത് ഇവരുടെ കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ കണ്ടിട്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഏത് ബോളിവുഡ് ആണോ, തമിഴാണോ, മലയാളമാണോ? ബോളിവുഡ് ആണ്. ബോളിവുഡ് ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
नाचूं शर्माए दिल मेरा कैसे समझो उड़ गया होश सारा रे ढोल पे नशा बिगड़ा जाए जरा जरा दिल मेरा खुल के नाचूं शर्माए दिल मेरा कैसे समझो उड़ गया होश सारा रे ढोल पे नशा ओ लीड़ा धम धमक बाजे तेरा का तेरा धमाका मेरा ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ബോളിവുഡ് ധമാക്ക കണ്ട് നമ്മളിങ്ങനെ ആവേശത്തിൽ ഇരിക്കുകയാണ്. സോ ശ്വേതാജി എന്താ തോന്നുന്നേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സെറ്റ്, നല്ല ഒരു ആംബിയോൺസ്, നല്ലൊരു എൻവയൺമെന്റ് നിങ്ങൾ ഉണ്ടാക്കി. നല്ല എന്താ പറയുക, കളേഴ്സ്, ഢോല്, പിന്നെ ആ ഹോലീൻ്റെ കളേഴ്സ് എല്ലാം ചെയ്തു നന്നായിട്ട്. നല്ലൊരു ആംബിയോൺസ് ഉണ്ടാക്കി. മോള് ഭയങ്കര നെർവസ് ആണ്. എന്ത് പറ്റി വേദിക കുട്ടി? എനിക്ക് ഉടുപ്പ് അത്രയും കംഫർട്ടബിൾ അല്ല. പിന്നെ ഞാൻ റിയാലിറ്റി ഷോ അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പൊ അതിന്റെ ടെൻഷൻ. എന്തിന്റെ ടെൻഷൻ? റിയാലിറ്റി ഷോ എന്ന് തോന്നിയോ അവിടെ? നമ്മള് ഡാൻസ് ഇല്ല. ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടില്ല? ഈ ഉടുപ്പിന് ഈ ഉടുപ്പ് കംഫർട്ടബിൾ അല്ല, കുത്തിക്കൊള്ളുന്നുണ്ടോ? അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അമ്മ ശ്രദ്ധിക്കണം കേട്ടോ, മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം തന്നെ ഇടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിങ് മോള് നന്നായിട്ട് തുടങ്ങി, പക്ഷെ എവിടേക്കോ അവള് പേടിച്ചു പോയി. പിന്നെ എന്താ പറയുക മോളെ, ഇത് സൂപ്പർ അമ്മയും മകളിന്റെ ഷോ ആണ്. അപ്പൊ മകളും നന്നായിട്ട് അമ്മേനെയും സപ്പോർട്ട് ചെയ്യണം, അമ്മ മകളിനെയും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് വാട്ട് എവർ യു വാണ്ട് ടു സേ യു ക്യാൻ സേ. ഓക്കെ, മൈക്ക് ഇസ് യോഴ്സ്, സ്റ്റേജ് ഇസ് യോഴ്സ്. ശരി, അപ്പൊ എന്തായാലും നമ്മളുടെ പെർഫോമൻസ് കഴിഞ്ഞു. നമ്മളുടെ ജഡ്ജ്മെന്റ് ശ്വേതാജി പറഞ്ഞു, നിങ്ങളുടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. മോളുടെ ആ ടെൻഷൻ, ഫസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്, അത് നമ്മൾ അടുത്ത പെർഫോമൻസിൽ മാറ്റും. ശൈത്യക്കുട്ടി മാറ്റി കൊടുക്കില്ലേ? എന്തുണ്ടെങ്കിലും അവിടെ പോയി ചോദിച്ചോളൂ ട്ടോ. കാലക്കും നമ്മള്. അപ്പൊ ഇനി ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇനി അങ്ങോട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ.